ഇന്ന് ജാനുവരി 30, ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം. ലോകത്തിന് ഒരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ആഗോളതലത്തിൽ തന്നെ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ലെന്ന് നിസ്സംശയം പറയാം. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. കസ്തൂർബ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നിവർ ഗാന്ധിജിയുടെ മക്കളാണ്. ബാപ്പുജി എന്നും മഹാത്മാ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആണ് ഗാന്ധിജിയുടെ ആത്മകഥ. അഹിംസയിലൂന്നിയുള്ള സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ഗാന്ധിജി ലോകമെമ്പാടും ശ്രദ്ധേയനായി. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാനും അതിനെ ജീവിതചര്യയാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയായി. ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, കുടിലുകളിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. ജനുവരി 31 ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. പുതിയ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൊലപാതകി ആദരിക്കപ്പെടുന്നു. ഇന്ത്യ ഇന്ന് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും പാത പിന്തുടരുകയാണ്. പുതിയ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ കൊലപാതകിയെ ആരാധിക്കുകയും അവർക്ക് സ്തുതി പാടുകയും ചെയ്യുന്നു. തുഷാർ ഗാന്ധിയുടെ ലെറ്റ്സ് കിൽ ഗാന്ധി എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികളാണിവ. ഈ ഓർമ്മ ദിനത്തിൽ സാഹോദര്യത്തിൻ്റെയും അഹിംസയുടെയും വഴികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഗാന്ധിജിയുടെ ആദർശങ്ങളെ പിന്തുടരാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് പ്രകാശമാകുവാനും നമുക്ക് കഴിയട്ടെ.